ഹ്യൂമൻ സൈക്കോളജി ഇൻ സ്റ്റഡീസ്. ഇതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതായത് ഇപ്പോൾ സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വരുന്ന ടൈമാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കുട്ടികൾക്ക് ഈ പഠനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഫോക്കസ് ഇല്ലാത്തത്, അതുപോലെ തന്നെ ഓർമ്മയില്ലാത്തത് ഒക്കെ പ്രശ്നമായിട്ട് കാണാറുണ്ട്. അപ്പോൾ അതിനെ പറ്റിയുള്ള വീഡിയോ ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു കേട്ടോ. ഓക്കെ, അതായത് ഇപ്പോൾ ഈ പഠനത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ പഠനം എന്ന് പറയുന്നത് വെറുതെ വായിക്കുക മാത്രമുള്ള കാര്യമല്ലല്ലോ. നമ്മൾ കാണാപ്പാഠം പഠിക്കുന്ന, നമ്മൾ കൃത്യമായിട്ട് അത് ഉപയോഗിക്കുന്ന സംഭവമാണ്. എക്സാമിന് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ പഠനം എന്ന് പറഞ്ഞാൽ. അതിന് വേണ്ടിയാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ പഠിക്കാതിരിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസ് ആൻഡ് അറ്റൻഷൻ ആണ്. ഓക്കെ, അതായത് നമ്മൾ ഡിസ്ട്രാക്ഷൻ ഇല്ലാത്ത, ഇപ്പോൾ മൊബൈൽ മാറ്റി വെക്കുക, അതുപോലെ തന്നെ അധികം നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്ന നോയ്സോ, നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്ന മറ്റു കാര്യങ്ങളോ ഇല്ലാത്ത രീതിയിൽ ടി വി, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ തുടങ്ങിയ സാധനങ്ങളൊക്കെ ഒഴിവാക്കുക. നമ്മൾ ഡിസ്ട്രാക്ഷൻ ഇല്ലാത്ത നല്ല സാധനം നോക്കിയെടുക്കുക. അത് റൂമോ അല്ലെങ്കിൽ നമ്മളുടെ ഗാർഡനോ ഏതായിക്കോട്ടെ നമ്മൾ ചൂസ് ചെയ്യാം. ഓക്കെ, എപ്പോഴും ഫോക്കസ് ആൻഡ് അറ്റൻഷൻ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണെന്നാണ്. അതുപോലെ രണ്ടാമത്തെ കാര്യമാണ് റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു കാര്യം ഒറ്റവട്ടം പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും തലയിൽ കയറാൻ പോകുന്നില്ല. നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ മൊബൈലിൽ നമ്മൾ ഗെയിം കളിക്കുമ്പോൾ ഫോക്കസ് കിട്ടും. പക്ഷെ നമ്മൾ ഒരു മണിക്കൂർ നമ്മൾ പഠിക്കുമ്പോൾ അരമണിക്കൂർ ആകുമ്പോൾ നമുക്ക് ബോറടിക്കാൻ തുടങ്ങും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിന് ഈ തലയിലേക്ക് കയറ്റുക എന്നുള്ള സംഭവം അത്ര സുഖകരമായിട്ട് ഹ്യൂമൻ ബ്രെയിൻ എടുക്കാറില്ല എന്നുള്ളതാണ്. ഓക്കെ, പക്ഷെ നമുക്ക് ഈ സ്റ്റഡീസ് പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് റിപ്പീറ്റേഷൻ എന്ന് പറഞ്ഞത്. നമ്മൾ ഒരു കാര്യം പഠിച്ചിട്ട് നമ്മൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആ കാര്യം മറന്നുകൊണ്ടിരിക്കുക, വീണ്ടും വീണ്ടും വായിച്ചു പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ഒരു സിനിമ കാണുന്ന പെട്ടെന്നുള്ള മനസ്സിലേക്ക് കയറും. നമ്മളെ ബ്രെയിനിന് എപ്പോഴും ഇഷ്ടം പറഞ്ഞ ഇമാജിനേഷൻ, ക്രിയേഷൻ സംഭവങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. പറഞ്ഞത് മാത്രം നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ റിപ്പീറ്റ് ആയിട്ട് എത്ര വട്ടം വായിക്കാൻ പറ്റുമോ അത്ര വട്ടം വായിക്കുക, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ. അപ്പം നമ്മുടെ ഓർമ്മ നിൽക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇമോഷൻസ് എഫക്റ്റ് ലേണിംഗ്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ സ്ട്രെസ്, ഫിയർ, ആങ്സൈറ്റി, ഈ 3 സംഭവം വെച്ചുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ തലയിൽ കയറില്ല. ഇത് 3 നമ്മൾ ഒഴിവാക്കണം എന്നതാണ്. അതായത് നമ്മൾ പോസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റ് മാത്രം വെക്കുക. അതായത് നമ്മൾ ഈ സ്ട്രെസ് ഉണ്ട്, അതായത് നാളെ എക്സാം ആണെന്ന് വെച്ചിട്ട് ഇന്ന് തന്നെ ഇരുന്ന് പഠിക്കുക. എന്നാളിന്ന് പഠിക്കേണ്ടത് ശരിയാണ്, പക്ഷേ ആ പഠിക്കുന്ന സമയത്ത് നമ്മൾ സ്ട്രെസ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ നമ്മൾ അത് എപ്പോഴും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇനിയാണ് സ്ലീപ്പ് ഇംപ്രൂവ്സ് മെമ്മറി. നമ്മൾ 8 മണിക്കൂർ ഉറങ്ങാൻ വേണ്ടി നമ്മൾ പറയും എപ്പോഴും കുട്ടികളോട്, ഒരു പാരന്റ് എന്ന നിലയിൽ പാരൻസ് പറയും. പക്ഷേ ഒരു കുട്ടിയും മര്യാദയ്ക്ക് 8 മണിക്കൂർ ഉറങ്ങിയില്ലെങ്കിൽ തൻ്റെ മെമ്മറി അത് ബാധിക്കുന്നതാണ്. അതായത് ഇപ്പോൾ 8 മണിക്കൂർ ഉറങ്ങിയില്ലെങ്കിൽ 6 മണിക്കൂർ ഉറങ്ങണം എന്നുള്ളതാണ്. പല കുട്ടികളും ലേറ്റായിട്ട് ഉറങ്ങുന്നത്, 1 മണി 2 മണിയോ 8 മണിയാകുമ്പോൾ എണീക്കുകയും ചെയ്യും. ചിലവർ എന്ത് ചെയ്യും, അതിന് നേരത്തെ എണീക്കുന്നവരുണ്ട്. പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ 7 മണി എണീക്കേണ്ടി വരും. ഇപ്പോൾ 2 മണിക്ക് കിടന്നാൽ എത്ര മണിക്കൂർ ഉറക്കം കിട്ടും? നമ്മൾ കിടന്ന ഉടനെ ഉറങ്ങുന്നില്ലല്ലോ. അപ്പം അതുപോലെ നമ്മുടെ മെമ്മറി അത്രയും അധികം ബാധിക്കും ഈ പറഞ്ഞ സ്ലീപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് വിഷ്വലൈസേഷൻ ടെക്നിക്ക് എന്നുള്ളത്. നമ്മളുടെ ബ്രെയിനിന് ഈ പറഞ്ഞ ഇപ്പോൾ സിനിമ കാണുന്ന ഇഷ്ടമാണ്, നമ്മൾ ഗെയിം കളിക്കുന്ന ഇഷ്ടമാണ്, ഒക്കെ നമ്മൾ മനസ്സിൽ പതിയും. പക്ഷേ നമ്മൾ ഒരിക്കലും പഠിക്കാനിരിക്കുമ്പോൾ മനസ്സിൽ തരാൻ കയറില്ല. നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം ഈ അതുമായി ബന്ധപ്പെട്ട ഇമേജോ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള വിഷ്വൽ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളെ ബ്രെയിന് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. നമുക്ക് അധികം എഫേർട്ട് എടുക്കേണ്ടി വരില്ല. നമ്മൾ മനസ്സിലാക്കി പഠിക്കാനും അറിയില്ലേ, അങ്ങനെയാണ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഒരു 25 മിനിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. 5 മിനിറ്റിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും പഠിക്കാൻ തുടങ്ങുക. അപ്പോൾ നമ്മളുടെ ഫോക്കസും കൂടും, നമുക്ക് ഒരിക്കലും ആ ഒരു പഠനത്തിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നതാണ്. നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. ഓക്കെ, ഹാർഡ് വർക്ക് ആണെങ്കിൽ എപ്പോഴും ആവശ്യം. പക്ഷേ ബ്രെയിനിന് വേണ്ട ഹാർഡ് വർക്ക് അല്ല, സ്മാർട്ട് വർക്കാണ്. ഹാർഡ് വർക്ക് വേണ്ടത് നമ്മൾ ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റി ചെയ്യുമ്പോഴാണ്. ബ്രെയിൻ ഉപയോഗിച്ചിട്ടാണെങ്കിൽ നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്യണമെന്നതാണ്. ഓക്കെ, മനസ്സിലായി വിചാരിക്കുന്നു. അപ്പം
ഈ ഒരു അധ്യയന വർഷം തുടങ്ങുന്നതിന് മുമ്പ് ഇത് നമ്മൾ കൃത്യമായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇനി വരുന്ന എല്ലാ കാര്യത്തിലും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ മാതാപിതാക്കളായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ സ്റ്റഡി വീഡിയോ കണ്ടുകൊണ്ട് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാം. താങ്ക് യു.